ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 വാർഷിക പരീക്ഷ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ദുറൂസുൽ ഇസ്ലാമിൻ്റെ പാഠബുക്കിനോട് ആസ്പദമാക്കിയിട്ട് എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കി മനസ്സിലാക്കാം. നിങ്ങൾക്ക് ദുറൂസുൽ ഇസ്ലാം 1 മുതൽ 10 വരെയും പിന്നെ 11 മുതൽ 20 വരെയുള്ള 2 എക്സാം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ മുഴുവനും പഠിച്ചോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ഒരു ചോദ്യപേപ്പറാണ്. എല്ലാവരും മനസ്സിലാക്കി ആ പാഠത്തിൽ നിന്നൊക്കെ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ലഭിക്കാൻ ഒന്ന് മെസ്സേജ് ചെയ്യുക. 82 89 89 29 85. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? കോളത്ത് ശരി അടയാളപ്പെടുത്താനാണ്. മക്ക വിജയം നടന്ന ഹിജ്റ വർഷം. മക്ക വിജയം ഏതാണ്? ഹിജ്റ 8-നാണ് ഫതഹ് മക്ക 8. ഹിജ്റ 8-നാണ് മക്ക വിജയം നടന്നത്. അപ്പം അത് മക്ക വിജയം നടന്നത് നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? തിന്മകളുടെ മാതാവ്. തിന്മകളുടെ മാതാവാണ് മദ്യപാനം. അത് പിശാചിന്റെ പാനീയമാണ് മദ്യപാനം. ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? ഖബറിലെ പ്രയാസം ലഘുവാക്കുന്ന സൂറത്ത്. ഏത് സൂറത്ത് ഓതിയാലാണ് ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കുക? അൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർക്ക് ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കും. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് മരണരോഗത്തിൽ 100 തവണ ഓതിയവർക്കും ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കും. അതുപോലെ തന്നെ എന്താണ്? വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടവർക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അടുത്തത് ബദറിലെ ശുഹദാക്കൾ. ബദറിലെ ശുഹദാക്കൾ 14 പേരാണ്. ബദറിൽ ഷഹീദായവർ അവരാണ് ബദർ ശുഹദാക്കൾ. അവർ 14 പേരാണ്. ബദരീങ്ങൾ അവരാണ് 313 പേര്. ബദറിൽ പങ്കെടുത്തവർ 313 ബദരീങ്ങൾ. അവരാണ് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ. മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്തവർ. അവരെ ബദരീങ്ങൾ എന്നാണ് പറയുന്നത്. അവർ 313. ബദറിലെ ശുഹദാക്കൾ 14 പേര്. മനസ്സിലാക്കുക. അടുത്തത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ മസ്ജിദ്. പ്രധാനപ്പെട്ട രണ്ടാമത്തെ മസ്ജിദ് ഏതാണ്? മസ്ജിദുൻ നബവി. മസ്ജിദുൽ ഹറാമാണ് 1-ാം സ്ഥാനത്ത്. മസ്ജിദുൻ നബവിയാണ് 2-ാം സ്ഥാനത്ത്. മസ്ജിദുൽ അഖ്സ 3-ാം സ്ഥാനത്ത്. അപ്പോൾ അത് മനസ്സിലാക്കാം. 2-ാം സ്ഥാനത്ത് മസ്ജിദുൻ നബവി. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവു ചെയ്ത ദിവസം. അത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച. തിങ്കളാഴ്ച വഫാത്തായി. ബുധനാഴ്ചയാണ് മറവു ചെയ്തത്. അടയാളപ്പെടുത്താം. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. എന്താ ഇവിടെ വന്നത്? മരിച്ചവരെ ജീവിപ്പിക്കൽ. മരിച്ചവരെ ജീവിപ്പിക്കൽ ആരുടെ മോചിതത്തായിരുന്നു? ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ മോചിതത്താണ്. അപ്പം അതിൻ്റെ ഡി ഏതാ? തിന്മകൾ വർജിക്കൽ. തിന്മകൾ വർജിക്കൽ എന്താണ്? പാലിക്കേണ്ട അദബാണ്. അദബ്. അപ്പം അതിൻ്റെ സി ഏതാ? സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. സ്വലാത്ത് വർദ്ധിപ്പിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രകടനമാണ്. അതിൻ്റെ ഈ എഴുതാം. ഒരു അധ്യായം പഠിക്കൽ എന്താണ്? 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരു അധ്യായം പഠിക്കൽ. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തതാ രഹസ്യമായി സ്വതക്ക ചെയ്യൽ. അർഷിൻ്റെ തണൽ ലഭിക്കാൻ കാരണമാകും. അർഷിൻ്റെ തണൽ ലഭിക്കാൻ കാരണമാകുന്നവരെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാഠത്തിൽ. അപ്പം അതിലൊന്നാണ്. അപ്പോൾ അത് മാച്ച് ചെയ്ത് മനസ്സിലാക്കാം. ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ ഡേഷിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. കാരുണ്യത്തിൻ്റെ. മനസ്സിലാക്കുക. അടുത്തതാ മഹ്ശറയിൽ ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ട്. 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം മഹ്ശറയിലെ ഒരു ദിവസത്തിന്. ഹജ്ജത്തുൽ വദായിൽ ഡാഷിലധികം സഹാബികൾ പങ്കെടുത്തു. 1,00,000-ലധികം. ഹജ്ജത്തുൽ വദായിലെ 1,00,000-ലധികം സഹാബികൾ പങ്കെടുത്തിരുന്നു.
അടുത്തത്, നാം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. ബദറിൽ പങ്കെടുത്ത സഹാബികൾ 313 പേരാണ്. ബദറിൽ പങ്കെടുത്ത സഹാബികൾ 313 പേരാണ്. അടുത്തെന്താണ്? തൊല അൽ ബദറു അലൈന. നമ്മളൊരു ബൈത്ത് പഠിച്ചിരുന്നു അല്ലേ? അതിൽ നിന്നാണ് വന്നത്. എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കണം. തൊല അൽ ബദറു അലൈന. ആ പാഠത്തിൽ നമ്മളൊരു 4 വരി ബൈത്ത് പഠിച്ചിരുന്നു. തൊല അൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദഅലില്ലാഹി ദാ. അപ്പോൾ അവിടെ മിൻ സനിയാത്തിൽ വദാഇ എന്ന വിട്ട ഭാഗം നമ്മൾ ചേർത്ത് എഴുതി കൊടുക്കുക. അപ്പോൾ അതൊക്കെ പഠിക്കുക. അടുത്തെന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ബൈറുഹാ തോട്ടം കുടുംബക്കാർക്ക് ഭാഗിച്ചു കൊടുത്തു. ആരായിരുന്നു നൽകിയ സഹാബി? ആരായിരുന്നു? അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അബൂ തൽഹ മദീനയിലെ ധനികനായ ഒരാളായിരുന്നു അബൂ തൽഹ. മസ്ജിദ് നബിക്കടുത്ത് അദ്ദേഹത്തിന് തോട്ടം ഉണ്ടായിരുന്നു. അതാണ് ബൈറുഹാ തോട്ടം. അത് കുടുംബാംഗങ്ങൾക്ക് ഭാഗിച്ചു നൽകി. ബൈറുഹാ തോട്ടം. അപ്പോൾ അത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. വാ കർബ അബാഹു എന്ന് പറഞ്ഞു കരഞ്ഞ മഹദി. ആരാണ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം കണ്ട് ഫാത്തിമ ബീവി കരഞ്ഞു. വാ അബാഹു കർബ, ഉപ്പയുടെ വിഷമം എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി കരഞ്ഞു. വാ കർബ അബാഹു, ഉപ്പയുടെ വിഷമം എന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. അപ്പം അത് കരഞ്ഞ മഹദി ആരാന്ന് വെച്ചാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എഴുതാം. അടുത്തതാ, ഇസ്ലാമിൻ്റെ ജീവനും ദീനിൻ്റെ നെടുന്തൂണുമാണ് അറിവ്. അറിവ്, ഇൽമ് എന്നൊക്കെ എഴുതാം, മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? അല്ലാഹു തആലാക്ക് എത്ര റഹ്മത്തുണ്ട്? അല്ലാഹു തആലാക്ക് 100 റഹ്മത്തുണ്ട്. അതിലൊന്നാണ് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ മൃഗങ്ങൾക്കും ഒക്കെ നൽകിയത്. ബാക്കി 99 റഹ്മത്ത് അല്ലാഹു തആല തൻ്റെ അടിമക്ക് ഖിയാമ നാളിലേക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 100 റഹ്മത്തുണ്ട് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തത്, ദിക്ർ ചൊല്ലുമ്പോൾ കാൽ മുറിക്കാൻ ആവശ്യപ്പെട്ട മഹാൻ ആരായിരുന്നു? താബിയുകളിലെ പ്രമുഖനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. താബിയുകളിൽ പ്രമുഖനാണ് ആര്? ചോദ്യം വരാം. അപ്പം അതും ഈ പേര് തന്നെയാണ്, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ദിക്ർ ചൊല്ലുമ്പോൾ കാൽ മുറിക്കാൻ ആവശ്യപ്പെട്ട മഹാൻ. ഖബറിൽ ചോദ്യമില്ലാത്ത ഒരു വിഭാഗം. ആർക്കാണ് ഖബറിൽ ചോദ്യമില്ലാത്തത്? ശുഹദാക്കൾ, കുട്ടികൾ എന്നിവർക്ക് ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല. ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കുന്നവർ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു വിഭാഗം എഴുതിയാൽ മതി. ശുഹദാക്കൾ, കുട്ടികൾ എന്നതിൽ നിന്ന് ഒരു വിഭാഗത്തിൻ്റെ പേര് എഴുതുക. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, മനസ്സിലാക്കുക. അടുത്തത്, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തായിരുന്നു? അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ബദറിൽ പങ്കെടുത്തവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അടുത്തത്, പാമ്പു കടിയേറ്റ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സുഖപ്പെട്ടത് എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടിയപ്പോൾ പാമ്പ് കടിയേറ്റ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടി. അപ്പോൾ വിഷം ഇറങ്ങി, സുഖം പ്രാപിച്ചു, മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഏതാണ് റൗള ഷരീഫ്? ഏതാണ് റൗള ഷരീഫ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും മിമ്പറിലും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറക്കും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. അപ്പോൾ അത് എഴുതാം. അടുത്തെന്താണ്? ദാനശീലർക്ക് ലഭിക്കുന്ന 2 നേട്ടങ്ങൾ. ദാനശീലർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സമ്പത്ത് വർദ്ധിക്കും,
ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും, ഇഹലോകത്ത് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പോൾ ദാനശീലർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്ന് 2 എഴുതാം. നിങ്ങൾ രണ്ടാമത്തെ പാഠത്തിലാണ് അത് പറയുന്നത്. ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സമ്പത്ത് വർദ്ധിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും, ഇഹലോകത്ത് വലിയ നേട്ടമുണ്ടാവും. അപ്പോൾ 2 എഴുതാം. അടുത്ത എന്താണ്? ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗർഭസ്ഥ ശിശുവിൻ്റെ മാറ്റങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി, ഇതൊക്കെ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാം. ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? ആരാണ്? എത്യോപ്യക്കാരനായ കറുത്ത അടിമ. മുസ്ലിമായതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആദ്യ മുസ്ലിമുകളിൽ ഒരാൾ, വിശ്വാസത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ. എത്യോപ്യക്കാരനായ കറുത്ത അടിമ, മുസ്ലിമായതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആദ്യത്തെ മുസ്ലിങ്ങളിൽ ഒരാൾ, വിശ്വാസത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ, ബിലാൽ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിനെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിനെ കുറിച്ച് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് തുള്ളികൾ മുത്തുമണികൾ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടുത്തെ വിയർപ്പുകൾ ശേഖരിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ സുഗന്ധദ്രവ്യത്തിൽ കൂട്ടി അത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു അത്തറും ഞാൻ വാസനിച്ചിട്ടില്ല. ഇതൊക്കെ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾ 5ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിലും മുടിയിലും തൊലിയിലും വസ്ത്രത്തിലൊക്കെ ബർക്കത്തുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിൽ ഹാത്തമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ പാഠഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ്. ദാനധർമ്മത്തെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതണം. എന്തൊക്കെ എഴുതാം നമുക്ക്? അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ്. അത് അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നവർ പരീക്ഷണത്തിൽ വിജയിക്കും. അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്നവർ പരാജയപ്പെടും. ദാനം ചെയ്യുന്നതിലൂടെ അല്ലാഹു തആലയിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാവൂ. പ്രശസ്തിയോ ഐഹിക നേട്ടങ്ങളോ ആഗ്രഹിക്കാൻ പാടില്ല. ദുരാഗ്രഹങ്ങൾ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും. രഹസ്യമായി ചെയ്യുന്ന സ്വതക്കയ്ക്ക് പ്രതിഫലം കൂടുതലാണ്. ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സമ്പത്ത് വർദ്ധിക്കും, ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടും, ഇഹലോകത്ത് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ദാനശീലത്തെക്കുറിച്ച് നമുക്കതൊക്കെ, ദാനധർമ്മത്തെക്കുറിച്ചൊക്കെ അത്രയും എഴുതാം. അടുത്തത് അർഷിൻ്റെ തണൽ ആർക്കാണ് ലഭിക്കുക? അതിനെക്കുറിച്ച് നമുക്ക് ആ പാഠത്തിൽ മനസ്സിലാക്കി പഠിച്ച എന്തൊക്കെ കാര്യങ്ങളാണ്? 7 വിഭാഗം ആളുകൾക്കാണ് അല്ലാഹു തആല അർഷിൻ്റെ തണൽ നൽകി ആദരിക്കുക. നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി, അല്ലാഹു തആലയുടെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അല്ലാഹു തആലയെ ഓർത്ത് കരയുന്നവർ, കുലീനയും സുന്ദരിയുമായ സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അല്ലാഹു തആലയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞവൻ, വളരെ രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവർ, ഇവർക്കൊക്കെ അർഷിൻ്റെ തണൽ ലഭിക്കും. അപ്പോൾ ആ പാഠം നന്നായി മനസ്സിലാക്കുക. അർഷിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ. മഹ്ശറയിലെ ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ട്. ആളുകൾ ദാഹിച്ചു കഴിഞ്ഞാൽ ഹൗദുൽ കൗസറിലെ പാനീയം ലഭിക്കും. പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ പാനീയമാണത്. അതിൽ നക്ഷത്രങ്ങൾ കണക്കെ കപ്പുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ലഭിക്കും. കപട വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും അത് ലഭിക്കുകയില്ല. അപ്പോൾ ഹൗദുൽ കൗസറിനെ കുറിച്ച് എഴുതാൻ വന്നാൽ അതൊക്കെ മനസ്സിലാക്കി എഴുതാം. ഹൗദുൽ കൗസറിൻ്റെ വിസ്തൃതി എത്രയാണ്? 1 മാസത്തെ സഞ്ചാര ദൈർഘ്യം.
അതിൻ്റെ വിസ്തൃതി. 1 മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് അതിൻ്റെ വിസ്തൃതി. അപ്പോൾ എത്രയാണ് ഈ ദുറൂസുൽ ഇസ്ലാം ചോദ്യപേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. പാഠഭാഗം മുഴുവനായിട്ട് റിവിഷൻ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുത്താവുന്നതാണ്. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. കമൻ്റ് ഓഫാണെങ്കിൽ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അള്ളാഹു നമുക്കെല്ലാവർക്കും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നന്നായി എക്സാം എഴുതാനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.